ഇവളിത് ഭയങ്കര സർപ്രൈസാണ്. അവിടെ പോകാൻ നോക്കി അവിടെ ചിരി എടുക്കണം. എന്നായിരുന്നേ അവിടെ ചിരി വന്നിരുന്നു. അവിടെ ആ ചിരിക്കുന്ന സന്തോഷം അതാണ്ട് അടുത്ത കേക്ക്. ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. അച്ചാനകമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശരിക്കും ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ ഇവിടെ അല്ല. അതായത് ഈ വീഡിയോ ഇവിടെ ഓൾറെഡി എടുത്തു തീർന്നതാണ്. ഏറ്റവും ലാസ്റ്റാണ് ഈ വീഡിയോയുടെ ഇൻട്രോ ഞങ്ങൾ എടുക്കുന്നത്. അതായത് ഞാൻ ഇൻട്രോ എടുത്തില്ല. അതെ, ഇവള് പിന്നെ ഇൻട്രോ എടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചു. എന്നിട്ട് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അതിപ്പോ എന്നോട് ഞാൻ പറഞ്ഞു, എന്നാ ഏതായാലും നീ വീഡിയോ എടുത്തു വെച്ചു, എന്നാ പിന്നെ നമുക്ക് ഒരു ഞാൻ ഇൻട്രോ ആയിട്ട് പറയാം. അപ്പൊ ശരിക്കും വീഡിയോ വരാൻ പോവുകയാണ്. എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇവള് എനിക്ക് തന്ന ഒരു കിടിലൻ സർപ്രൈസ് പണിയാണ് കാണാൻ പോകുന്നത് കേട്ടോ വീഡിയോയില്. അപ്പൊ അടിപൊളി ഒരു സർപ്രൈസ് ആണ്. ഞാന് കുറെ നാളായി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ സെറ്റ് ചെയ്തതാണ്. ഇതുവരെ ഇച്ചാൻ അങ്ങനെ ഒരു സർപ്രൈസ് എന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു സർപ്രൈസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. കൂടുതലൊന്നും പറയണ്ടല്ലോ അല്ലേ? ഓക്കെ, വീഡിയോ കാണാം. ഞാനും അന്നക്കുഞ്ഞും കൂടെ അന്നക്കുഞ്ഞിന് പാല് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പള്ളിപ്പെരുന്നാളിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വണ്ടി കയറിയിരിക്കുവാണ്. ഇപ്പം നമ്മുടെ കേക്ക് വരും. അപ്പോൾ കേക്ക് വരുന്നതുകൊണ്ട് അത് മേടിച്ച് ആരും അറിയാതെ ഡിക്കിക്കകത്ത് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആക്ച്വലി ഒരു നുണയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന് വണ്ടി കയറിയിരുന്ന് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ വരും. അത് മേടിച്ചിട്ട് വണ്ടിയിട്ട് ഡിക്കിക്കകത്ത് വെക്കണം. ഇനി അത് വീട്ടിൽ ചെന്നിട്ട് എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 3 മണി 2 മണി 1 മണിയൊക്കെ ആവും നമ്മൾ ഉറങ്ങുമ്പോൾ. എന്നിട്ടൊരു 3 മണി അല്ലെങ്കിൽ 2:30 ആകുമ്പോഴേക്കും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വിളിച്ചെണീപ്പിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ എന്തായാലും കേക്ക് മേടിക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് കേക്ക് കിട്ടിയിട്ടോ. ഇതായിരിക്കുന്നു കേക്ക്. വണ്ടിയുടെ മേളിൽ വെച്ചതിന് ഡിക്കിക്കകത്ത് വെക്കട്ടെ. ഞാൻ കുഞ്ഞിപ്പെട്ട് കൂടിയാണ് ഈ കള്ളത്തരം പത്ത് ചെയ്യുന്നത്. വെച്ചിട്ട് ഞാനൊരു തുണിയൊക്കെ എടുത്തിട്ട് ബാഗിന്ന് ആനക്കുട്ടിക്ക് കൊണ്ടതൊരു തുണിയൊക്കെ എടുത്ത് മൂടിയിട്ടിട്ടുണ്ട്. എന്താവുമെന്നൊന്നും അറിയത്തില്ല, പാളി പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പള്ളി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു. പിള്ളേരുടെ തുണി കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അലക്കാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. എന്നിട്ട് ഇതിനുള്ളിൽ സർപ്രൈസ് ഗിഫ്റ്റ് വെക്കണം എനിക്ക്. അപ്പോൾ ഇതാട്ടോ എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് കേക്കിനുള്ളിൽ വെക്കണം. ഡിക്കിക്കകത്തുനിന്ന് കേക്ക് ഇതാണ്. കേക്കിൻ്റെ ഈ ഭാഗം കുറച്ച് പോയി. അപ്പം നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്യണം. സർപ്രൈസ് ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാട്ടോ ഇത്. കുറച്ച് ഫ്ലവേഴ്സ് അല്ല, ഇത് ബട്ടർഫ്ലൈ ഒക്കെ എടുത്ത് ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം അത് കുറച്ച് പോയ പോലെയുണ്ട്. അപ്പോൾ ഇപ്പം സമയം 12 മണിയാവാൻ 2-3 മിനിറ്റും കൂടെ ഉള്ളൂ. ഞാൻ നമ്മുടെ ഡിക്കിക്കകത്ത് നിന്ന് കേക്ക് എടുക്കുവാണ്. ഡിക്കി അടയ്ക്കുന്നില്ല, അടച്ച സൗണ്ട് അവിടെ കേൾക്കുന്നതുകൊണ്ട് കേക്ക് ഞാൻ എടുത്ത് പതുക്കെ കയറുവാണ്. ഈ ചായ കട്ടിലൊക്കെ കിടന്ന് എഡിറ്റ് ചെയ്യുവാണ് വീഡിയോസ്. അവർ റൂമിലാണ്. ഞാൻ ആ സമയം നോക്കിയിട്ട് കേക്ക് ഇവിടെ വെച്ചു ചായനെ പോയി വിളിക്കാം. നല്ല ഫോണിൽ എന്താ വീഡിയോ എടുത്തു കൂടായിരുന്നോ? എന്ത് സംഭവം? ഇനി നല്ല ഫോണുതാ, ഇനി നല്ല ഫോണുതാ, ഇനി നല്ല ഫോണുതാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. 12 മണിയാകുമ്പോ കട്ട് ചെയ്യണോ? 12 മണി ആയില്ലല്ലോ, 5 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. ഇത് ആരാ കേക്ക് മേടിച്ചോണ്ടോ? നീയാണോ കേക്ക് മേടിച്ചത്? ഞാൻ എന്നാ പറഞ്ഞു എന്നോട്, നിനക്ക് സർപ്രൈസ് തരാൻ അറിയത്തില്ല. നിങ്ങളല്ലേ മേടിച്ചത്? നീ ഇപ്പൊ മേടിച്ചത്? അതൊക്കെ ഉണ്ട്. ഓ നോ നോ നോ, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എവിടുന്ന് മേടിച്ചത്?
അതൊന്നും ഞാൻ പറയില്ല, ഇപ്പൊ പിന്നെ പറയാം. ഇത് ആരും മേടിച്ചു? അതും പറയില്ല. അയ്യോ ചേച്ചിയുടെ കേക്ക് ഇങ്ങനെയാണോ ചേച്ചി? ലൈറ്റൊക്കെ ഇടുവാണേലും വെട്ടം കിട്ടും. അതൊക്കെ ഒപ്പിച്ചു. ഇതിനകത്ത് സർപ്രൈസ് വല്ലതും ഉണ്ടോ? പിന്നെ ഫോൺ എനിക്ക് തരുന്നില്ല, തന്നെ പിടിച്ചു പറഞ്ഞ് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് ചാറ്റ് ചെയ്തതൊന്നും നടന്നില്ല. ലാസ്റ്റ് ഞാനിത് അങ്ങോട്ട് രാവിലെ സെറ്റാക്കി. ഇന്ന് രാവിലെ ഇല്ല, ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞ് സെറ്റാക്കിയതാ. ആക്കെയുണ്ട്. അതിന് ആരാന്നൊന്നും അറിയത്തില്ലല്ലോ, അനന്ത ചേച്ചിയാണോന്നും അറിയില്ലല്ലോ. അത് പോയി ഒന്ന്. അതിനാന്ന് വെച്ചാല് കൊണ്ടുതരുന്ന ആള് ബ്രേക്ക് ചെയ്തപ്പോ, വണ്ടി ബ്രേക്ക് ചെയ്തപ്പോ നിലത്ത് വീണു. ആ കേക്ക് അതുകൊണ്ട് ഇവിടുന്ന് മാറി ഇങ്ങോട്ടായി പോയി കേട്ടോ. അത് നിലത്ത് വീണു. എന്നിട്ട് ഞങ്ങളത് ഇവിടെ ഇരുന്ന് കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തതാ. ആ ഇത് എപ്പോ കൊണ്ടു? വെളുപ്പിനോ കൊണ്ടുവന്നോ? ഇല്ലില്ല, അത് പിന്നെ പറയാ. ഇവ എന്തൊരു കട്ട് ചെയ്യ്. ഓ 12 58 58ആയി. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയുടെ ഡിക്കിക്കകത്താ വെച്ചത്. ഇപ്പൊ പെരുന്നാളിന്റെ സമയത്ത് കൊണ്ടുതന്ന പള്ളിയില് കറക്റ്റ് പ്രദർശനത്തിന്റെ സമയത്ത് താക്കോലും ഫോണും ഞാൻ മേടിച്ചു. കറക്റ്റ് പ്രദർശനത്തിന്റെ സമയത്ത് തന്നെ ആട്ടോ അവളിതിൽ ആടുന്നു. എന്നിട്ട് പ്രദർശനത്തിന്റെ സമയത്തായോണ്ട് എനിക്ക് പ്രദർശനത്തിനും പറഞ്ഞതുകൊണ്ട് ഇത് മേടിക്കണമെന്നുണ്ട്. എന്നെ നീ മൂല നിന്നാ പോരല്ലോ. ആണോ? എന്നാലും വല്ലാത്ത സർപ്രൈസ് ആയി പോയില്ല. ഞാനോർത്ത് ഇവരാ കേക്ക് മേടിച്ചെന്നാ ഞാൻ ഓർത്ത്. അതാണ്ട് അടുത്ത കേക്ക്. ഇത് എന്റെ ഏറ്റവും കുഞ്ഞിതെന്ന് തോന്നുന്നു. അത് വേറൊരു സർപ്രൈസ്. ആണോ? ഇതാണ്ട് മുട്ടായി. അപ്പൊ കേക്ക് കട്ട് ചെയ്യ്. അത് പിന്നെ തുറക്ക, ഇത് കട്ട് ചെയ്യ്. അതുകൊണ്ടല്ല, അത് തുറക്കുമ്പോ അത് അവര് വീടെടുക്കുമല്ലോ. കാണിച്ച്. ഇത് വലിയ കേക്കാ, ഇത് വലിയ കേക്കാ. എന്റെ കുഞ്ഞി കേക്ക്. 2 കേക്ക് ആദ്യമായിട്ടായിരിക്കും ഇച്ചായ മുറിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 2 കേക്ക് മുറിക്കാൻ. അത് ഞാൻ ഇച്ചായനോട് ഓൾറെഡി പറഞ്ഞു. ബൈക്കിനല്ലല്ലേ വന്നേ? അപ്പൊ എനിക്ക് തോന്നി ഇല്ലായിരിക്കും സർപ്രൈസ്. അല്ല, ബൈക്ക് എടുക്കാതിരുന്നപ്പോ ഇങ്ങോട്ട്, പക്ഷെ ബൈക്ക് എടുക്കാതിരുന്നത് അറിഞ്ഞത് ഇങ്ങോട്ട് വന്നപ്പോഴാ. അല്ല, ഞാൻ ആദ്യം ചാനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ബൈക്ക് എടുക്കാത്തപ്പോ ഞാൻ വിചാരിച്ചു സർപ്രൈസ് ഉണ്ടാവില്ലെന്ന്. ഓക്കെ, മുറിക്ക് മുറിക്ക്. ഒന്നും ഇല്ല, മുറിക്ക്. ഇച്ചായന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അച്ഛൻ ഉണ്ടാക്കിയത്
ഈ സൈഡിൽ തന്നെ മുറിക്കല്ലേ? ഓ എല്ലായിടത്തും മാറ്റുവാണോ? ഉറപ്പായിട്ട് മാറ്റ്. ഞാൻ പറഞ്ഞു ക്രീമൊന്നും അധികം ആരും കഴിക്കില്ല. നോക്കട്ടെ. മുറിക്കല്ലേ? പിന്നെ കുത്തമ്മേനോട് എന്നെ കുത്തിക്ക് ഒന്നുമില്ല. അയ്യേ മമ്മി വന്ന് നോക്ക്. ഇവളിത് ഭയങ്കര അവിടെ പോകാൻ നോക്കി, അവിടെ ചിരി എടുക്കണമല്ലോ. അപ്പൊ മുറിക്കോപ്പാ കിള്ളി പൊളിക്കുവാണ്. കേക്ക് മോശം മാറ്റാം. എന്തോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആ ഭാഗം തന്നെ ഞാൻ എടുത്ത് അങ്ങോട്ട് വെച്ചതാ മുറിക്കുമ്പോഴേ കിട്ടാന്. അവിടെ ഇല്ല. അല്ല നേരത്ത് വീണായിരുന്നു. അന്നേരം ഞാൻ അതുകൊണ്ടല്ലോ കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പീസ് മാറ്റി വെച്ചിട്ട്. എന്താണ് കുട്ടി? കോട്ടേ ഇത് നീ വിടുന്ന സാധനം എവിടെ ഇരുന്ന് ഏത് സാധനം, എല്ലാ സാധനവും നമ്മുടെ കൈകളിൽ കൂടെ ഉണ്ട്. സ്വർണത്തിന് എടി ഇതൊക്കെ സാധിക്കത്തില്ല പറ്റിക്കുന്നത്. അയ്യോ എന്തോ പറയുന്നത് നോക്ക് മമ്മി. ആരുടെയോ ഹെൽപ്പ് ഇല്ലാതെ ഇവരെ കൊണ്ട് സാധിക്കില്ല. അല്ല ഇവിടെ ഒരാഴ്ചയായിട്ടേ ഫോണ് തരുന്നില്ലായിരുന്നു. ഞാൻ നോക്കിക്കോളാം പോയായിരുന്നു. അതൊന്നും അല്ല ഇത്. ഫോണിൽ കൂടെ ഉള്ള ഒരു പരിപാടിയും ഇല്ല ഇതില്. ഇനി കല്ല് വെച്ച് ഇടിച്ച് പൊട്ടിക്കണോ? അടിപൊളി സൂപ്പർ. പേടിയാണോ? ചായ തുറക്കട്ടെ. സാരല്ല തുറന്നു. ചായ തന്നെ തുറക്കട്ടെ. അവിടെ ചിരി വന്നിരുന്നു. അവിടെ ആ ചിരിക്കുന്ന ആ സന്തോഷം ആ ഫോൺ പിടിച്ചെടുത്താ മതി. എടുക്കണ്ട. അയ്യോ അമ്മയുടെ ചിരി. എല്ലാരും ഒന്നും എടുത്ത് കാണിക്കണ്ട ചായ. എന്റെ സമ്മാനം കാണിക്കായ. ഇത് തലമുടി വളരുമ്പോ കെട്ടിക്കോളും. വലിയ പ്രതീക്ഷിച്ചോ? അയ്യോടാ ഞാനോ അതിന് സെറ്റ് ചെയ്തേ. അയ്യോ ഞാനിതൊന്നും കൊണ്ട് കൊടുത്തൊന്നുമല്ല. വണ്ടി ബ്രേക്ക് ചെയ്ത് പോയി. അത്രയും പോയിട്ടില്ലായിരുന്നു. ഇത്രയും പോയത് ഞാൻ കാരണം. അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയാ കൊണ്ട് കൊടുക്കുന്നത്? അതെങ്കിലും ഒന്നും ഓർക്കത്തില്ലേ? പെട്ടിക്കകത്തല്ലേ കൊണ്ട് കൊടുക്കുന്നത്. എന്താ ചേച്ചി ഉണ്ടോ അറിയുന്നു. എന്തായാലും അത്രയൊക്കെ തരാനുള്ള എന്താ ഗഡ്സ് എനിക്കുള്ളൂ ചായ. നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ആ കേക്ക് കട്ട് ചെയ്തല്ലേ. ഈ കേക്ക് ചിരിച്ച് എല്ലാവർക്കും തരാവേ. ചിരിച്ച് തരുള്ളൂ. കാരണം മധുരമല്ലേ. അടുത്ത ആൾക്കൊരു തരുള്ളൂ. ആദ്യക്കൊട്ടർ അവിടെ ഓൾറെഡി കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ആദ്യക്കൊട്ടം കട്ട് ചെയ്തോണ്ടിരിക്കുന്നു.
നമ്മുടെ ആദ്യകൂട്ടന് കൊടുക്ക്, അവൻ നോക്കി നിക്കുക. ആ കഴിച്ചു മമ്മിയുടെ അവനിപ്പോ മുറിക്കണം. ചെറിയൊരു കഷ്ണം. താങ്ക് യു വെരി മച്ച്. ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞ് എടുത്തോണ്ട് വരാന്നേ. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞ് എടുത്തോണ്ട് വരാന്നേ. ആരും ഉറങ്ങുന്ന ലക്ഷണമില്ല. ആരും ഉറങ്ങുന്ന ലക്ഷണമില്ല. രണ്ടിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ടും സണ്ണ പിന്നെ മാറ്റി. ഓക്കെ, അടുത്ത കേക്ക് വേഗം അടുത്ത വേഗം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് ബ്ലാക്ക് വെൽവെറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? അല്ല, ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് വെൽവെറ്റ് ആണ്. ഇത് എവിടുന്ന മേടിച്ചേ? നല്ല നല്ല ബനിയനൊക്കെ ഇട്ടിരിക്കണ്ടേ, ബനിയന്റെ പുറകിലൊക്കെ. ഇത് വല്ലോ ഞാൻ അറിയുന്നുണ്ടോ? ഇത് കളിക്കുന്ന അമ്മി, അത് അമ്മി അവനെ ഹാപ്പി ബർത്ത്ഡേ. ഒത്തിരി തരികയല്ലേ? താങ്ക് യു വെരി മച്ച്. ഇത്രയെങ്കിലും തന്നല്ലോ. രണ്ട് ടേസ്റ്റ് ആണ്. അതെ, ഇത് ചോക്ലേറ്റിന്റെ ടേസ്റ്റാ. അല്ല, നല്ല ഇത്രയും കഴിക്കത്തൊന്നുമില്ല. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കിലോ നമുക്ക് മേടിക്കില്ലായിരുന്നു. ഇനി അതും കൂടെ പിത്തം പിടിക്കും. അരുവ, ഒരു കിലോ അരുവയാണ്. നമുക്ക് എല്ലാവർക്കും കൊടുക്കായ അച്ഛന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പൊട്ടി കളയല്ലേ? എല്ലാവർക്കും കൊടുക്കാം. ഓക്കേ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇച്ചാന്റെ ബർത്ത്ഡേ സർപ്രൈസ്? പറയൂ. അടിപൊളി. ഞാനത് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ എന്നാലും നിന്നെ കൂടെ സാധിക്കില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം അക്കൗണ്ടിൽ നിന്ന് പൈസയും പോയിട്ടില്ല, പൈസ പോയില്ലോ. അക്കൗണ്ടന്റ് തുറന്നപ്പോ തന്നെ ഇതിന് ഭയങ്കര ചുളുക്കം. പുതിയതാണ്, ഇതിന് ഇത്ര ചുളുക്കം വരികയില്ല. ഇനി ഇവിടെ ഉള്ള എന്തെങ്കിലും എടുത്തു വെച്ചതാണെന്ന് തോന്നി. ഈ പേപ്പറേ ചുളുങ്ങിയ പേപ്പർ വഴക്കം പോലെ എനിക്ക് തോന്നി. തുറന്നപ്പോഴാട്ടോ മനസ്സിലാവുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് തോന്നപ്പോഴാണ് തന്നെ നിന്നെ കൊണ്ട് സാധ്യമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് എപ്പോഴും എന്റെ കയ്യിലാ പോണേ. ഞാൻ എപ്പോഴാ വിളിച്ചെന്നറിയാവോ? വൈകുന്നേരം 4 മണിക്ക്. അത് ചേച്ചി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. കേക്ക് പോലും കിട്ടത്തില്ല. ആദ്യക്കൊട്ടൻ ഇവിടെ കേക്കിന്റെ പണിപ്പുരയിലാണ്. 2 കയ്യിൽ 2 കേക്ക്. എന്റെ പൊന്നോ, കുത്തി പക്കിയോ നാശമാക്കോ. അപ്പോൾ എന്റെ കേക്കും അതിനുള്ളിൽ സർപ്രൈസും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ വന്നില്ല. ഫുള്ള് വീഡിയോ എടുത്തോണ്ട് വീഡിയോക്ക് വരാൻ വീഡിയോയിൽ ആദ്യം മുതലേ ഞാനുണ്ട്. ഇടയ്ക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി പാവം എന്ന് ഞാൻ പറയണം, ഇച്ചാനല്ല പറയണ്ടേ. അതെ, ഇവരെടുത്ത് വെച്ച വീഡിയോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എടുക്കാൻ പറഞ്ഞ അത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ ചിരി എടുക്കാൻ പറഞ്ഞ എനിക്ക് ആ ബുഷ് കണ്ടപ്പോൾ നിന്റെ ഞാൻ ഓർത്തില്ല. ഓക്കെ, ടാറ്റ ബൈ പറ. അപ്പോ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ല വീഡിയോ വേണ്ടി വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അന്നക്കുട്ടി ഇല്ലട്ടോ, അന്നക്കുട്ടി ഉറങ്ങിപ്പോയി. ഇങ്ങോട്ട് നോക്കിട്ടോ. അപ്പൊ ടാറ്റാ.